മോളിയെ, ഇവിടെ എന്നാ മല മറിക്കുകയാണോ? മല മറിക്കാൻ ഞാൻ ഒരുത്തിയല്ലേ ഉള്ളൂ ഇവിടെ. അമ്മച്ചി എന്തിനാ ഇപ്പം വിളിച്ചത്? ആഹാ, എവിടെ പോകാനാ ഒരുങ്ങിയിരിക്കുന്നത്? അതെ, നമ്മുടെ സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പിന്റെ വാർഷിക പൊതുയോഗവും ജോർജി അച്ഛനും കുടുംബത്തിനും ഒരുക്കിയിരിക്കുന്ന സെന്റ് ഓഫും ഒക്കെ ഇന്നല്ലേ. അതിനൊന്ന് പോകണം. ഞാൻ നിന്നെ വിളിപ്പിച്ചത് നമ്മുടെ കൊച്ചിന്റെ കാര്യത്തെപ്പറ്റി ഒരു തീരുമാനം എടുക്കണ്ടേ. നമ്മളിപ്പോ എന്തോ ചെയ്യാനാ? എടി, പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്ന മട്ടിലായാൽ എങ്ങനാ? കെട്ടിച്ചുവിട്ട പെങ്കൊച്ച് തിരിച്ചു വന്നിട്ട് ദിവസം 4 ആയി. എങ്ങനെയും അവളെ തിരിച്ചുവിടണ്ടേ? പക്ഷേ അവൾ അമ്പിനും വില്ലിനും അടുക്കുന്ന ലക്ഷണമില്ല അമ്മച്ചി. പിന്നെ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ എങ്ങനാ? അടിച്ചേലേ പോയില്ലെങ്കിൽ പോയേലേ അടിക്കാമെന്ന് വിചാരിക്കാൻ ഒക്കില്ലല്ലോ. അതെ അതെ, ഒന്നേ ഉള്ളെങ്കിൽ ഉലക്ക കൊണ്ട് അടിക്കണമെന്ന് എന്ന് ഞാൻ പറയുമ്പം ആർക്കും തലേ കയറുകയില്ലായിരുന്നു. എന്റെ കർത്താവേ, എന്തോ പറയാനാ. തലേ വെച്ച പേനരിക്കും താഴെ വെച്ച ഉറുമ്പരിക്കും എന്ന പോലെ വളർത്തിയതാ. കെട്ടിയോനെ കൊണ്ട് മൂക്കുകൊണ്ട് ഇച്ഛ വരപ്പിക്കും എന്ന് പറഞ്ഞ് വന്നേക്കുക അവള്. ഇവളെ ഉപദേശിക്കുന്ന പോത്തിനോട് വേദം ഓതുന്നത് പോലല്ലേ. കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന മട്ടിലാ അവളുടെ നിൽപ്പ്. നത്തുവയറ്റിൽ മുത്തു പിറക്കുമോ? വിത്ത് ഗുണം 10 ഗുണം അല്ല പിന്നെ. അതെ, അമ്മച്ചിയുടെ മോന്റെ സന്തതിയല്ലേ. അണ്ണാൻ കുഞ്ഞിനെ മരം കയറ്റാൻ പഠിപ്പിക്കണ്ടല്ലോ. ആ മോളി, വേണ്ട വേണ്ട, കൊത്തി കൊത്തി മുറത്തിൽ കയറി കൊത്തണ്ട. ഇനിയിപ്പൊ എന്തോ ചെയ്യാനാ? ചത്ത കൊച്ചിന്റെ ജാതകം നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയും എന്നാണെങ്കിലും നമുക്ക് 2 കൈയും കെട്ടി നോക്കി നിൽക്കാൻ പറ്റുമോ? എന്റെ അമ്മച്ചി, എത്ര ആലോചന വന്നതാ അവൾക്ക്. തമ്മിൽ ഭേദം തൊമ്മനെന്ന് വിചാരിച്ചിട്ടാ അവന് കെട്ടിച്ചു കൊടുത്തത്. ഇപ്പോഴിതാ അവള് വീണ്ടും നമ്മളെ കൊണ്ട് നക്ഷത്രം എണ്ണിക്കുകയാണല്ലോ. നമ്മളിങ്ങനെ കഥ അറിയാതെ ആട്ടം കണ്ടാലെങ്ങനെ? അവളെ ഇങ്ങ് വിളിക്ക്. നമുക്ക് 2 പേർക്കും കൂടെ സമാധാനമായിട്ട് അവളോടൊന്ന് പറഞ്ഞു നോക്കാം. ചിന്നു, മോളെ ചിന്നു, മോളെ ഒന്നിങ്ങി വന്നേ. അമ്മ എന്നെ വിളിച്ചോ? ആ, വിളിച്ചു മോളെ. മോളെ, ഇല വന്ന് മുള്ളെ വീണാലും മുള്ളു വന്ന് ഇല വീണാലും ഇലയ്ക്കാണ് കേട്. കൈ രണ്ടും കൂട്ടിയടിച്ചാലേ ശബ്ദമുണ്ടാകൂ. നീ ഒരു പെണ്ണല്ലേ, അല്പം താണു കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അതെ അതെ, താണു ഭൂമിയോളം താണു. അതുകൊണ്ടിപ്പോൾ എന്റെ തലേ കയറി നിരങ്ങുക അവിടുത്തുകാരെല്ലാം. എന്റെ കർത്താവേ, ഞാൻ അന്നും അതിയാനോട് പറഞ്ഞതാ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന്. അവന്റെ പണവും പത്രാസും ഒക്കെ കണ്ടപ്പം ഇവിടെ ഓരോരുത്തരുടെ കണ്ണ് മഞ്ഞളിച്ചു. പണത്തിന് മീതെ പരുന്തും പറക്കില്ലെന്ന് നിനക്കറിയില്ലേ? പിന്നെ അല്പൻ അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കുട പിടിക്കും. പുതുപണക്കാരനെ വിശ്വസിക്കരുതെന്ന് ഞാൻ പറഞ്ഞപ്പോ എന്തായിരുന്നു പുകില്? പെൺവാക്ക് കേൾക്കുന്നവൻ പെരുവഴിയിൽ എന്നായിരുന്നല്ലോ പറച്ചില്. അത് തന്നെ, അട്ടേ പിടിച്ച് മെത്തേ കിടക്കും. അങ്ങനെ പറയാതെ മോളെ. കണ്ടിടത്തോളം അവൻ ആള് സ്നേഹമുള്ളവനാ, അല്ലേ മോളി? ശരിയാ അമ്മച്ചി. ഓ പിന്നെ, ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കഞ്ഞി കുമ്പിളിൽ എന്ന് പറഞ്ഞ പോലെ എന്റെ ഗതി. ഇഷ്ടമില്ലാത്തച്ച് തൊടുന്നതെല്ലാം കുറ്റമാണ്. എന്നാ കാര്യമായിട്ട് വല്ലതും ചെയ്താലോ പുത്തനച്ച് പുരപ്പുറവും തൂക്കും എന്ന അമ്മായിയമ്മയുടെ വക ഒരു കമന്റ്. മടുത്തു. വേടികൊണ്ട പന്നിയെ പോലാ ഞാൻ. മോളെ, ചട്ടിയും കലവും അയാൾ തട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കും. കണ്ണടച്ചിരുട്ടാക്കാതെ ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിയണം. പിന്നെ അമ്മയ്ക്കത് പറയാം. ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്നല്ലേ. എന്നെ അവിടെ കൊണ്ടുപോകാം ഇവിടെ കൊണ്ടുപോകാം എന്നൊക്കെ പറയും. പക്ഷേ അമ്മയുടെ മുമ്പിൽ ചെല്ലുമ്പോ സായിപ്പിനെ കാണുമ്പോ കവാത്ത് മറക്കും എന്ന് പറഞ്ഞ പോലെ. മോളെ, കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല. അതെ, കണ്ണുണ്ടായാൽ പോരാ, കാണണമെന്നുമുണ്ടല്ലോ. ഞാൻ എന്തെങ്കിലും അഭിപ്രായം പറയാൻ ചെന്നാൽ പറയും പൊന്നുരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യമെന്ന്. ഇനി ഞാൻ എന്തൊക്കെ സഹിക്കണം. പട പേടിച്ച് പന്തളത്തി എന്നപ്പോ പന്തവും കൊളുത്തിപ്പട ഇങ്ങോട്ട്. ഹോ, ഞാനൊരല്പം സ്വൈര്യം കിട്ടാനാ വന്നത്. ഇവിടെ നിർത്തുകാലെന്ന് വെച്ചാൽ. കുഞ്ഞേ, വേണമെങ്കിൽ ചക്ക വേരേലും കായ്ക്കുമെന്നറിയില്ലേ? നീ അവനെ വരച്ച വരയിൽ നിർത്താനല്ല നോക്കേണ്ടത്. കണ്ണിന് കണ്ണും പല്ലിന് പല്ലും എന്ന മട്ടിൽ നിൽക്കാതെ നോക്കിയും കണ്ടും നിൽക്കണം. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാവും ഒരു സൗരഭ്യം എന്നല്ലേ. അങ്ങനെ ക്രമേണ അവനെ നിന്റെ കയ്യിലെടുക്കണം. കണ്ടോ കണ്ടോ, നിന്റെ അമ്മയ്ക്ക് വിവരം വെച്ചു. കാക്കയ്ക്കും തൻ കുഞ്ഞു പൊൻകുഞ്ഞാണല്ലോ. നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ ഈ പറയുന്നത്. നാം പലതും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും വെക്കണം.
ഇതിപ്പോ വാദി പ്രതിയായോ? എന്നല്ല, എന്നാലും കണ്ണിന്റെ കുറ്റം കണ്ണറിയില്ല. തടിയുടെ വളവും ആശാരിയുടെ ജെത്തും കുഴപ്പമുണ്ടാക്കുമല്ലോ. ഞാനിപ്പോ എന്താ വേണ്ടത്? വരാനുള്ളത് വഴി തങ്ങുകയല്ലോ. നാണം കെട്ടിനി തിരികെ പോകണോ? അതല്ല, അവൻ വിളിച്ചാ മോള് കൂടെ പോകണം. ഇന്ന് വരുമെന്നല്ലേ പറഞ്ഞത്? എന്നാ ഇന്ന് കാക്ക മലർന്ന് പറക്കും. മോളെ, അവനായിരിക്കും. ഹലോ. ഹലോ ചിന്നു, ഇത് ഞാനാ ജോസ്. എന്താ, എന്തു വേണം? ഇന്ന് രാവിലെ തന്നെ ഞാനങ്ങോട്ട് വരാനിരുന്നതാ. അതിനിടയിൽ അമ്മച്ചി ഒന്ന് വീണു. വലിയ കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോ തൊട്ട് നിന്നെ കൊണ്ടുപോവാ എന്ന് പറഞ്ഞ ഒരേ നിർബന്ധം. വീണത് വിദ്യയാക്കുവാണോ? അല്ലല്ല, രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞ പോലെ എന്റെ കാര്യം. നീ ഇന്ന് തന്നെ ഇങ്ങ് പോരണം. കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമല്ലോ അല്ലേ? അങ്ങനെ പറയാതെ, മോങ്ങാനിരുന്ന നായുടെ തലയിൽ തേങ്ങ വീണ പോലെ അല്ലായിരുന്നോ നിന്റെ പിണക്കം? എന്നാ പിന്നെ വന്നേക്കാം. പക്ഷേ അളമുട്ടിയാൽ ചേരയും കടിക്കും കേട്ടോ. ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും എന്നെനിക്കറിയാം. ശരി, എന്തായാലും നീ ഇന്ന് തന്നെ ഇങ്ങ് വരണം. ബൈ. നന്നായി മോളെ. ഓണം വരാനൊരു മൂലം വേണം. ഇതൊരവസരമാണ്. ചക്കയ്ക്കൊത്ത ചങ്കരനെയാ ദൈവം തമ്പുരാൻ ഓരോരുത്തർക്കും തരുന്നത്. അമ്മായിയമ്മ വീണു കിടക്കുകയല്ലേ. ഇപ്പൊ പോയാ അംഗവും കാണാം, താളിയും ഒടിക്കാം. കുഞ്ഞെ, കണ്ണിന് വരാനുള്ളത് പുരികത്ത് കൊണ്ടുപോയെന്ന് വിചാരിച്ചാ മതി. മലർന്നു കിടന്ന് തുപ്പരുത്, അതുകൂടെ ഓർക്കണം. ശരി, ഞാൻ ഇനി ഇവിടെ നിന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഒരുമയുണ്ടേൽ ഉലക്കമേലും കിടക്കാം. കൊള്ളാം കുഞ്ഞെ, കൊള്ളാം. മൂത്തവർ ചൊല്ലും വാക്കും മുതുനെല്ലിക്ക, ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും.